ഇതുപോലെ പൂ പോലുള്ള ദോശ വീട്ടിലെങ്ങനെ ചുട്ടെടുക്കാം അല്ലേ? എല്ലാ അമ്മമാർക്കുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ അരി ഇട്ടിട്ട് അരച്ച് വെക്കും, പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ചിലപ്പോൾ പൊങ്ങി വരില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇതുപോലത്തെ പ്രശ്നം നേരിടുന്ന ഒരുപാട് പേരില്ലേ? അപ്പോൾ ഞാൻ അവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞു തരാവേ. ഞാൻ ഈ പറയുന്ന രീതി നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല പൊളിച്ച് പൊന്തി നല്ല പഞ്ഞി പോലുള്ള മാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല പത പോലെ ഇരിക്കും. സോഫ്റ്റായിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം, അതുപോലെ ദോശ ഉണ്ടാക്കാവേ. അരി അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സാണ് ഇന്നിവിടെ എടുക്കുന്നത്. നിങ്ങളെന്താണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. ഗ്ലാസ്സിന് നമുക്ക് 2 ഗ്ലാസ് പച്ചരി എടുക്കാം. ഇപ്പോൾ നമ്മൾ 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ഗ്ലാസും കൂടെ പച്ചരി എടുക്കാവേ. ഇപ്പോൾ 2 ഗ്ലാസ് പച്ചരി നമ്മളായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതേ അളവിൽ നമുക്കൊരു 1 ഗ്ലാസ് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 4-5 തവണ നല്ലപോലെ വാഷ് ചെയ്തെടുക്കണേ. നല്ലപോലെ വാഷ് ചെയ്ത് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറെങ്കിലും നല്ലപോലെ കുതിരാൻ വേണ്ടി വെക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാവേ. കുറച്ചല്ല, 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ നല്ലപോലെ കുതിരാൻ വെക്കാവേ. ഇതിപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളൊരു 7 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ട് അരച്ചെടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ 1ാമത്തെ ബാച്ചാണ്. അത് നമ്മളിപ്പോൾ ഒരു 4-5 ചെറിയുള്ളി ഇട്ടിട്ട് നല്ല പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്, നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇത് 1ാമത്തെ ബാച്ചാണ്. നമുക്ക് കുറച്ചും കൂടെ ഉണ്ട് അരയ്ക്കാനൊക്കെ ഉണ്ട്. അതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇതും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെയാണ് നമ്മൾ ചോറിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് നമ്മളിപ്പോൾ 2ാമത്തെ ബാച്ചാണ്. ഇത് കുറച്ചേ ഉള്ളൂ. അതിട്ട് നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. ചോറെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത ഗ്ലാസ്സില്ലേ, അരിയൊക്കെ അളക്കാനെടുത്ത അതേ ഗ്ലാസ് തന്നെ 1 ഗ്ലാസ് ചോറ് ഇട്ട് കൊടുത്താൽ മതി. 1 ഗ്ലാസ് ചോറ് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ 2-3 കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. രണ്ടാമത്തെ ബാച്ച് നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നല്ലപോലെ നമ്മുടെ കൈ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ മാവ് പൊളിച്ച് പൊന്തി വരത്തുള്ളൂ. നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. തവി വെച്ചൊന്നും ഇളക്കല്ലേ, കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരുവിധമായിട്ടുണ്ട്. നമുക്കിതിന് ഒരു 8 അല്ലെങ്കിൽ 10 മണിക്കൂർ നമുക്ക് ഓവർനൈറ്റ് ഫുള്ളായിട്ട് നമുക്ക് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കാം. ഒരു രാത്രി ഫുള്ള് നമ്മൾ വെച്ച് ഇപ്പോൾ മാവ് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാവേ. കണ്ടോ, നല്ല പോലെ പൊങ്ങി വന്നിട്ടില്ലേ? നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പൂ പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇഡ്ഡലി വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ദോശ വേണ്ടവർക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഉള്ളിയും കൂടെ അരച്ചുകൊണ്ടൊരു പ്രത്യേക രുചിയാട്ടോ. ദോശയൊക്കെ ചുടുമ്പോൾ ഒരു പ്രത്യേക മണം വരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും പൂ പോലത്തെ ദോശയൊക്കെ കഴിക്കാം രാവിലെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.